Morning students, how are you? Are you fine? All are you happy? I hope all of doing well. Do you remember what you have studied in the previous class? ഓർക്കുന്നുണ്ടോ നിങ്ങൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പഠിച്ചതൊക്കെ? ദിസ് ഈസ് അവർ സെക്കൻഡ് IT ക്ലാസ്. ഇത് നമ്മുടെ രണ്ടാമത്തെ IT ക്ലാസ്സാണ്. What we studied in the previous class? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ? Do you by heart the question answers? നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ കാണാതെ പഠിച്ചായിരുന്നോ? I will ask the question answers when the school will reopen. സ്കൂൾ തുറക്കുമ്പോൾ മിസ് ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ചോദിക്കും. എല്ലാവരും ആൻസർ പറയാൻ റെഡി ആയിരിക്കണം. ഓക്കെ, ആർ യു റെഡി ഫോർ ദ ക്ലാസ്? ക്ലാസ്സിനെല്ലാം റെഡിയാണോ? ഓൾ ഓഫ് യു ടേക്ക് യുവർ IT ടെക്സ്റ്റ്. എല്ലാവരും IT ടെക്സ്റ്റ് എടുത്തല്ലോ? ഓക്കെ, വാട്ട് യു ഹാവ് സ്റ്റഡീഡ് ഇൻ ദ പ്രീവിയസ് ക്ലാസ്? ലെറ്റ് റിവൈസ് വാട്ട് വി ഹാവ് സ്റ്റഡീഡ് ഇൻ ദ പ്രീവിയസ് ക്ലാസ്. എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്? ഏർലിയർ കാൽക്കുലേറ്റിംഗ് ഡിവൈസസ് അല്ലേ? നേരത്തെ യൂസ് ചെയ്തിരുന്ന കാൽക്കുലേറ്റിംഗ് ഡിവൈസസ് എന്തൊക്കെയാണെന്ന്. വാട്ട് ആർ ദ ഏർലിയർ കാൽക്കുലേറ്റിംഗ് ഡിവൈസസ്? എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ എന്തുമായിരുന്നു? എന്തായിരുന്നു? അബാക്കസ്. ഓർക്കുന്നുണ്ടോ? അബാക്കസ്. സെക്കൻഡ് എന്തായിരുന്നു? പാസ്കലിൻ അല്ല, നേപ്പിയർ ബോൺസ്, പിന്നെ പാസ്കലിൻ, പിന്നെ എന്തുമായിരുന്നു? ഡിഫറൻസ് എഞ്ചിൻ, അനലിറ്റിക്കൽ എഞ്ചിൻ, എക്സെട്ര. ഓക്കെ, then we have studied the generations of computer അല്ലേ? Generation of computer ഓർക്കുന്നുണ്ടോ? There are 5 generations are categorized in 5 generations. First generation, second generation, third generation, fourth generation and fifth generation. We have studied in the first generation. നമ്മൾ ഏതാ പഠിച്ചു കഴിഞ്ഞത്? ഫസ്റ്റ് ജനറേഷൻ അല്ലേ? എക്സാമ്പിൾസ് എന്തൊക്കെയായിരുന്നു എക്സാമ്പിൾസ്? മാർക്ക് 1, ENIAC, EDVAC, പിന്നെ EDSAC, UNIVAC. These are the examples of first generation of computer. ഫസ്റ്റ് ജനറേഷൻ്റെ എക്സാമ്പിൾസ് ആണ് അതൊക്കെ അല്ലേ? പിന്നെ നമ്മൾ ലിമിറ്റേഷൻസ് പഠിച്ചു. എന്തൊക്കെയായിരുന്നു ലിമിറ്റേഷൻസ്? ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്പീഡ് വാസ് വെരി സ്ലോ അല്ലേ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്പീഡ് സ്ലോ ആയിരുന്നു. ദ പവർ കൺസപ്ഷൻ ഈസ് വെരി ഹൈ. ഓർക്കുന്നുണ്ടല്ലോ? ദേ റിക്വയർഡ് ലാർജ് സ്പേസ് ഫോർ ഇൻസ്റ്റലേഷൻ ലാർജ് സ്പേസ് വേണം. ഇതൊക്കെ കാണാതെ പഠിച്ചില്ലേ? ഓക്കെ, ഇത് നമുക്കിനി സെക്കൻഡ് ജനറേഷൻ തൊട്ട് ലാസ്റ്റ് ജനറേഷൻ വരെ പഠിക്കണം. സെക്കൻഡ് ജനറേഷൻ തൊട്ട് ലാസ്റ്റ് ജനറേഷൻ. ടുഡേ വി ഹാവ് സ്റ്റഡീഡ് ദ സെക്കൻഡ് ജനറേഷൻ ടു ലാസ്റ്റ് ജനറേഷൻ. ഇത്ര നമുക്ക് പഠിക്കാം. സെക്കൻഡ് ജനറേഷൻ. ഇനി മിസ് സെക്കൻഡ് ജനറേഷൻ പഠിപ്പിക്കാൻ പോവുകയാണ്. ഓക്കെ, പീരീഡ് ഓഫ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ വാസ് 1959 to 1964. 1959 തൊട്ട് 1964 വരെയുള്ള കാലഘട്ടത്തിലുള്ള കമ്പ്യൂട്ടറിനെയാണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടുന്നത്. These computers are smaller in size. ഈ കമ്പ്യൂട്ടേഴ്സ് സ്മോളർ ഇൻ സൈസ് ആയിരുന്നു. ഫാസ്റ്റർ ആൻഡ് ചീപ്പർ കമ്പയർഡ് ടു ഫസ്റ്റ് ജനറേഷൻ. ഫസ്റ്റ് ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ഫാസ്റ്റ് ആയിരുന്നു, അതിൻ്റെ ചീപ്പ് പ്രൈസ് ആയിരുന്നു. ഫസ്റ്റ് ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ജനറേഷനിലെ കമ്പ്യൂട്ടറിനേക്കാളും സ്മോളർ സൈസുമായിരുന്നു, പിന്നെ ചീപ്പായിരുന്നു, പ്രൈസ് കുറവായിരുന്നു. ദ കമ്പോണൻറ്റ് ഓഫ് ദിസ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ ഈസ് കമ്പോണൻറ്റ്. ഏത് കമ്പോണൻ്റ് ആയിരുന്നു യൂസ് ചെയ്തതെന്ന് അറിയാമോ? ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്ന കമ്പോണൻ്റ് ആണ് മെയിൻ കമ്പോണൻ്റ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ എന്തായിരുന്നു യൂസ് ചെയ്തിരുന്നത്? ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു? വാക്യൂം ട്യൂബ്സ്. ഫസ്റ്റ് ജനറേഷനിലെ മെയിൻ കമ്പോണൻ്റ് എന്തായിരുന്നു? ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തിരുന്ന മെയിൻ കമ്പോണൻ്റ് വാക്യൂം ട്യൂബ്സ് ആയിരുന്നു, നമ്മൾ പഠിച്ചു അല്ലേ? അതുപോലെ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തിരുന്ന മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ട്രാൻസിസ്റ്റേഴ്സ്. എന്താണ്? ട്രാൻസിസ്റ്റേഴ്സ്. അപ്പോൾ ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തായിരുന്നു സെക്കൻഡ് ജനറേഷനിലെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്തിരുന്നത്. ഫസ്റ്റ് ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് ജനറേഷനിലുള്ള മേന്മകൾ എന്തൊക്കെയായിരുന്നു? ദിസ് ആർ സ്മോളർ ഇൻ സൈസ് കമ്പയർഡ് ടു ഫസ്റ്റ് ജനറേഷൻ. ഫസ്റ്റ് ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്മോളർ ഇൻ സൈസ് ആൻഡ് ഫാസ്റ്റർ. അതിലും വലിപ്പം കുറവായിരുന്നു, പിന്നെ എന്തായിരുന്നു? അതിൻ്റെ സ്പീഡ് കൂടുതലായിരുന്നു, സ്പീഡിൽ വർക്ക് ചെയ്യുമായിരുന്നു. പിന്നെ എന്തായിരുന്നു? ചീപ്പ് പ്രൈസ്. വില എന്തായിരുന്നു? ഫസ്റ്റ് ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ
പ്രൈസ് കുറവായിരുന്നു. ആൻഡ് അസോസിയേറ്റഡ് വിത്ത് മോഡേൺ ഡേ കമ്പ്യൂട്ടേഴ്സ്, പ്രിന്റർ, മെമ്മറി, സ്റ്റോറേജ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എക്സെട്ര അതൊക്കെ ഉണ്ടായിരുന്നു. സെക്കൻഡ് ജനറേഷനിലെ കമ്പ്യൂട്ടറിന് എന്തുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? പ്രിന്റർ, മെമ്മറി, സ്റ്റോറേജ് ഇതൊക്കെ ഉണ്ടായിരുന്നു സെക്കൻഡ് ജനറേഷനിലെ കമ്പ്യൂട്ടറിന്. ഇനി എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് അറിയാമോ? IBM 1401, IBM 1401 ഒരു എക്സാമ്പിളാണ്. നമ്മൾ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിന് എക്സാമ്പിൾ എന്തൊക്കെയാണ് പഠിച്ചത്? വാക്യൂം ട്യൂബ് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ Mark 1 അല്ലേ, ENIAC, പിന്നെ EDSAC, EDVAC, UNIVAC എക്സെട്ര. ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിന് എക്സാമ്പിളായിട്ട് പഠിച്ചതാണ്. അതിൽ വാക്യൂം ട്യൂബ് ആയിരുന്നു മെയിൻ കമ്പോണൻറ്റ്. നിങ്ങൾ ഇത് മെയിൻ കമ്പോണൻറ്റും എക്സാമ്പിളുമാണ് നമ്മൾ മെയിനായിട്ടും പഠിക്കേണ്ടത്. ഏതായിരുന്നു മെയിൻ കമ്പോണൻറ്റ്, പിന്നെ അതിൻ്റെ എക്സാമ്പിൾസ്. അപ്പോൾ മിസ് അത് മാത്രമാണ് കൂടുതലായിട്ട് പറയുന്നത്. ഫസ്റ്റ് ജനറേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം, മെയിൻ കമ്പോണൻറ്റ് എന്തായിരുന്നു? വാക്യൂം ട്യൂബ് ആയിരുന്നു. എക്സാമ്പിൾസ് Mark 1 ഉണ്ട്, EDVAC ഉണ്ട്, ENIAC ഉണ്ട്, EDSAC ഉണ്ട്, പിന്നെ UNIVAC. These are the examples of first generation. സെക്കൻഡ് ജനറേഷനിലെ മെയിൻ കമ്പോണൻറ്റ് എന്താണെന്നാണ് മിസ് ഇപ്പോൾ പറഞ്ഞത്? ട്രാൻസിസ്റ്റേഴ്സ്. ആരാണ് മെയിൻ കമ്പോണൻറ്റ് സെക്കൻഡ് ജനറേഷനിലെ? ട്രാൻസിസ്റ്റേഴ്സ് ആണ് മെയിൻ കമ്പോണൻറ്റ്. പിന്നെ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് സെക്കൻഡ് ജനറേഷൻ? സെക്കൻഡ് ജനറേഷനിലുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരുന്നു? ദിസ് ആർ കമ്പയർഡ് ടു ഫസ്റ്റ് ജനറേഷൻ. ഫസ്റ്റ് ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? സ്മോളർ ഇൻ സൈസ്. ഫസ്റ്റ് ജനറേഷനേക്കാൾ എന്തായിരുന്നു? സ്മോൾ ഇൻ സൈസ് ആൻഡ് ലാർജ് സ്പീഡ്. സ്പീഡ് എന്തായാലും ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഫാസ്റ്റ് ആൻഡ് സ്മോളർ ഇൻ സൈസ് ആൻഡ് ചീപ്പ് പ്രൈസ്. പ്രൈസ് ചീപ്പായിരുന്നു, വില കുറവായിരുന്നു ഫസ്റ്റ് ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ എന്തായിരുന്നു എക്സാമ്പിൾസ് എന്തൊക്കെയാണ് മിസ് പറഞ്ഞത്? IBM 1401, IBM 1401, പിന്നെ RCA 501. എന്താണ് RCA 501? രണ്ട് എക്സാമ്പിളാണ് IBM 1401 ആൻഡ് RCA 501 examples of second generation of computer. Okay, are you understand? Second generation of computer. നിങ്ങൾക്ക് മനസ്സിലായോ second generation of computer? Okay. Then next we can study third generation of computer. നമുക്ക് അടുത്തായിട്ട് എന്താ പഠിക്കേണ്ടേ? third generation of computer. third generation നമുക്ക് പഠിക്കാം. The computer generation period was 1964 to 1970. 1964 തൊട്ട് 1970 വരെയുള്ള കാലഘട്ടം ഉള്ള കമ്പ്യൂട്ടറാണ് എന്ത് അറിയപ്പെടുന്നത്? തേർഡ് ജനറേഷൻ എന്നറിയപ്പെടുന്നത്. 1964 to 1970 യൂസ് ചെയ്തിരുന്ന കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടറുകൾക്ക് വിളിക്കുന്ന പേരാണെന്ത്? തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ. ഓക്കെ. The third generation computer, main component of the computer is integrated circuit. Third generationലെ കമ്പ്യൂട്ടറിന്റെ മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് അല്ലെങ്കിൽ ICs എന്ന് പറയും. ICs, IC ക്യാപിറ്റൽ ലെറ്റർ ആണ്. ICs എന്ന് പറയും. ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. I for integrated, C for circuit. Okay. What is the main component of third generation of computer? തേർഡ് ജനറേഷനിലെ മെയിൻ കമ്പോണന്റ് ഏതാണ്? ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഓക്കെ. ഇനി ദീസ് കമ്പ്യൂട്ടേഴ്സ് ആർ സ്മോളർ ഇൻ സൈസ് കമ്പയർഡ് ടു സെക്കൻഡ് ജനറേഷൻ. സെക്കൻഡ് ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരുന്നു? സ്മോളർ ഇൻ സൈസ്. ആര്? തേർഡ് ജനറേഷനിലെ കമ്പ്യൂട്ടർ സെക്കൻഡ് ജനറേഷനിലെ കമ്പ്യൂട്ടറിനേക്കാൾ ചെറുപ്പമായിരുന്നു, അല്ലെങ്കിൽ വലിപ്പക്കുറവായിരുന്നു. ആർക്ക്? തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിന്. ആൻഡ് ഗ്രേറ്റർ സ്പീഡ് കമ്പയർ ടു സെക്കൻഡ് ജനറേഷൻ. സെക്കൻഡ് ജനറേഷനേക്കാൾ കുറച്ചുകൂടെ സ്പീഡ് കൂടുതൽ ആർക്കുണ്ടായിരുന്നു? തേർഡ് ജനറേഷനിലെ കമ്പ്യൂട്ടറിനുണ്ടായിരുന്നു. ആൻഡ് എഫിഷ്യൻസി, ഗ്രേറ്റർ സ്പീഡ് ആൻഡ് എഫിഷ്യൻസി ആർക്കാണ്? തേർഡ് ജനറേഷനിലെ കമ്പ്യൂട്ടറിന് ഗ്രേറ്റർ സ്പീഡ് ആൻഡ് എഫിഷ്യൻസി. ആൻഡ് സ്മോളർ ഇൻ സൈസ്. ദിസ് കമ്പ്യൂട്ടേഴ്സ് ആർ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ആർ സ്മോളർ ഇൻ സൈസ് ആൻഡ് ഗ്രേറ്റർ സ്പീഡ് ആൻഡ് എഫിഷ്യൻസി. സ്പീഡ് കൂടുതലായിരുന്നു, എഫിഷ്യൻസി കൂടുതലായിരുന്നു. ആൻഡ് ഇൻക്രീസ്ഡ് സ്റ്റോറേജ് കപ്പാസിറ്റി. സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലായിരുന്നു. ആരെക്കാളാണ്? സെക്കൻഡ് ജനറേഷനേക്കാൾ കൂടുതൽ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഏത് ജനറേഷനിലുള്ള കമ്പ്യൂട്ടറിനുണ്ടായിരുന്നു? തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ. അപ്പം ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് യൂസ് ചെയ്ത് നിർമ്മിച്ചിട്ടുള്ള കമ്പ്യൂട്ടറിന് സെക്കൻഡ് ജനറേഷനായ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്ത കമ്പ്യൂട്ടറിനേക്കാളും എന്തൊക്കെയായിരുന്നു അഡ്വാൻറ്റേജ്? എന്തൊക്കെയായിരുന്നു? സ്മോളർ ഇൻ സൈസ്, ഗ്രേറ്റർ സ്പീഡ് ആൻഡ് എഫിഷ്യൻസി, ആൻഡ് ഇൻക്രീസ്ഡ് സ്റ്റോറേജ് കപ്പാസിറ്റി. സ്റ്റോറേജ് കപ്പാസിറ്റി ഇൻക്രീസ് ആയിരുന്നു. പിന്നെ ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് കുഡ് ബി റൺ ടുഗദർ. പലതരത്തിലുള്ള പ്രോഗ്രാം ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു. ആർക്കാണ്? തേർഡ് ജനറേഷനിലെ കമ്പ്യൂട്ടറിന്. ഡിഫറെൻറ്റ് പ്രോഗ്രാംസ്
കുഡ് ബി റൺ ടുഗദർ. നമുക്ക് പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ തേർഡ് ജനറേഷനിലെ കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ പറ്റുമായിരുന്നു. ഓക്കെ, വാട്ട് ആർ ദ എക്സാമ്പിൾസ്? ഇനി തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ എക്സാമ്പിൾ ആണ് IBM 360. എക്സാമ്പിൾ നമ്മൾ ഓർത്തിരിക്കണം. 5 ജനറേഷന്റെ എക്സാമ്പിൾ നമ്മൾ പഠിക്കണം, മെയിൻ കമ്പോണന്റും പഠിക്കണം. ഇയർ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മെയിൻ കമ്പോണന്റ് ആരായിരുന്നു, എക്സാമ്പിൾ എന്തായിരുന്നു, അഡ്വാൻറ്റേജ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ തേർഡ് ജനറേഷനിലെ മെയിൻ കമ്പോണന്റ് ആരായിരുന്നു? ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് അല്ലെങ്കിൽ IC എന്ന് പറയും. ICs, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, IC ചിപ്പ്. ദെൻ അതിനുള്ള പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? സ്മോളർ ഇൻ സൈസ് ആൻഡ് ഗ്രേറ്റർ സ്പീഡ് ആൻഡ് എഫിഷ്യൻസി ആൻഡ് ലാർജ് സ്റ്റോറേജ് കപ്പാസിറ്റി കമ്പയർഡ് ടു സെക്കൻഡ് ജനറേഷൻ. സെക്കൻഡ് ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലാർജ് കപ്പാസിറ്റി, സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ടായിരുന്നു. എക്സാമ്പിൾസ് ആരൊക്കെയാണ്? IBM 360 ആൻഡ് IBM 370. അപ്പം എന്തൊക്കെയാണ് എക്സാമ്പിൾ? IBM 360 ആൻഡ് IBM 370. These computers are examples of third generation computer. Are you understood? മനസ്സിലായോ തേർഡ് ജനറേഷൻ? ഓക്കെ, then you have studied the fourth generation. നമുക്കിനി എന്ത് പഠിക്കാം? ഫോർത്ത് ജനറേഷൻ. ഓക്കെ, the fourth generation period ഏതാണ്? 1971 to present. ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന കാലഘട്ടം. ഇപ്പോൾ ഏതാ ഇയർ? 2020. അപ്പം 1971 തൊട്ട് 2020 വരെയുള്ള കമ്പ്യൂട്ടർ. ഇപ്പോഴും നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്? ഫോർത്ത് ജനറേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പം 1971 to 2020 അപ് ടു 2020 വരെയുള്ള കമ്പ്യൂട്ടർ നമ്മൾ അറിയപ്പെടുന്നതാണ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്? ഫോർത്ത് ജനറേഷനിലാണ് കേട്ടോ. ഓക്കെ, വാട്ട് ഈസ് ദ മെയിൻ കമ്പോണന്റ് ഓഫ് ഫോർത്ത് ജനറേഷൻ? അതിലെ മെയിൻ കമ്പോണന്റ് ഏതാണ്? മൈക്രോ പ്രൊസസ്സർ ഈസ് ദ മെയിൻ കമ്പോണന്റ് ഓഫ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ. മൈക്രോ പ്രൊസസ്സർ ആണ് ആര്? മെയിൻ കമ്പോണന്റ് ഓഫ് ദ ഫോർത്ത് ജനറേഷൻ. ഫസ്റ്റ് മുതൽ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. ഫസ്റ്റിന്റെ ആരായിരുന്നു? വാക്യൂം ട്യൂബ്. സെക്കൻഡ് ജനറേഷന്റെ ആരായിരുന്നു? ട്രാൻസിസ്റ്റേഴ്സ്. തേർഡ് ജനറേഷന്റെ ആരായിരുന്നു? ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. ദെൻ ഫോർത്ത് ജനറേഷൻ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന കാലഘട്ടത്തിൽ യൂസ് ചെയ്തിരിക്കുന്ന മെയിൻ കമ്പോണന്റ് ആരാണ്? മൈക്രോ പ്രൊസസ്സർ ഈസ് ദി മെയിൻ കമ്പോണന്റ് ഓഫ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ. ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത് ആരാണ്? മൈക്രോ പ്രൊസസ്സർ. ഓക്കെ, ദെൻ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ദിസ് കമ്പ്യൂട്ടർ? അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് ഈ കമ്പ്യൂട്ടറിനുള്ള ക്യാരക്ടറിസ്റ്റിക്സ്? ഓക്കെ, പ്രത്യേകതകൾ. ഗ്രേറ്റർ കമ്പ്യൂട്ടിംഗ് പവർ. എന്താണ് ഗ്രേറ്റർ കമ്പ്യൂട്ടിംഗ് പവർ? ആർക്കുണ്ടായിരുന്നു? ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിന്. ദെൻ ഗ്രേറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി. പിന്നെ വേറൊരു കാര്യം എന്താണുള്ളത്? സ്റ്റോറേജ് കപ്പാസിറ്റി വളരെ കൂടുതലായിരുന്നു. യൂസ് ബെറ്റർ സ്റ്റോറേജ് ഡിവൈസസ് ദാറ്റ് കോസ്റ്റ് ലെസ്. എന്താണ് ബെറ്റർ സ്റ്റോറേജ് ഡിവൈസസ്? സ്റ്റോർ ചെയ്യാനുള്ള ഡിവൈസസ് ഒക്കെ നല്ല കപ്പാസിറ്റി ഉള്ള സ്റ്റോറേജ് ഡിവൈസസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ലെസ് പ്രൈസ് വളരെ കുറവായിരുന്നു. പഴയ കമ്പ്യൂട്ടറുകൾ അല്ലെങ്കിൽ സെക്കൻഡിനെയും തേർഡിനെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ചീപ്പ് പ്രൈസ് ആയിരുന്നു ഏത്? ഫോർത്ത് ജനറേഷനിലെ കമ്പ്യൂട്ടറിന്. ആൻഡ് പിന്നെ ക്യാൻ ബി ലിങ്ക്ഡ് ടുഗദർ ഓർ നെറ്റ്വർക്ക്ഡ്. ഏത് കമ്പ്യൂട്ടറുമായിട്ട് നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഫോർത്ത് ജനറേഷനിലെ കമ്പ്യൂട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്താണ്? ലിങ്ക്ഡ് ടുഗദർ ടു നെറ്റ്വർക്ക്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഏറ്റവും മെയിനായിട്ടുള്ളൊരു ക്യാരക്ടറിസ്റ്റിക്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് ലിങ്ക്. അപ്പോൾ ഈ ലിങ്ക് ഉണ്ടായതുകൊണ്ടല്ലേ നമ്മൾ ഈ ലോകത്തിലുള്ള മുഴുവൻ കാര്യങ്ങൾ പറയുന്നതെല്ലാം എന്താണ്? കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് വന്നതുകൊണ്ടാണ്. ഒരു രാജ്യത്തോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യങ്ങളുമായിട്ടും എല്ലാം കമ്പ്യൂട്ടർ ബന്ധിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും അപ്പോൾ സെക്കൻഡുകൾ കൊണ്ട് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഏറ്റവും ഉള്ള ഒരു ബെസ്റ്റായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത്? ലിങ്ക് ടുഗദർ ടു നെറ്റ്വർക്ക്. ലിങ്ക് ടുഗദർ ഓർ നെറ്റ്വർക്ക്. കമ്പ്യൂട്ടർ ലിങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കണം, ഫോർത്ത് ജനറേഷനിലെ കമ്പ്യൂട്ടറിൽ മാത്രമേ എന്ത് വന്നിട്ടുള്ളൂ? നെറ്റ്വർക്കിംഗ് വന്നിട്ടുള്ളൂ. ഓക്കെ, വാട്ട് ഈസ് ദ മെയിൻ കമ്പോണന്റ് ഓഫ് ഫോർത്ത് ജനറേഷൻ? എന്തായിരുന്നു മെയിൻ കമ്പോണന്റ്? മൈക്രോ പ്രൊസസ്സർ. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോർത്ത് ജനറേഷൻ? എന്തൊക്കെയായിരുന്നു? ഗ്രേറ്റർ കമ്പ്യൂട്ടിംഗ് പവർ ആൻഡ് ഗ്രേറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി. അല്ലേ? കമ്പ്യൂട്ടിംഗ് പവർ കൂടുതലായിരുന്നു, സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതലായിരുന്നു. പിന്നെ യൂസ് ബെറ്റർ സ്റ്റോറേജ് ഡിവൈസസ് ആൻഡ് ലെസ് കോസ്റ്റ്. എന്താണ്? ഭയങ്കര സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ളതായിരുന്നു, കോസ്റ്റ് വളരെ കുറവായിരുന്നു. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് അഡ്വാൻറ്റേജ് എന്തായിരുന്നു?
നെറ്റ്വർക്ക്ഡ് ടുഗദർ. എല്ലാ കമ്പ്യൂട്ടർ തമ്മിൽ നെറ്റ്വർക്കിംഗ് ആയിരുന്നു. ഇനി എക്സാമ്പിൾസ് പറഞ്ഞാൽ എന്തൊക്കെയാണ്? മോഡേൺ ഡേ പീസീസ്, ലാപ്ടോപ്സ്, പാം ടോപ്സ്, ടാബ്ലറ്റ്, ഇതെല്ലാം എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന പാം ടോപ്പ്, ലാപ്ടോപ്പ്, പിന്നെ ടാബ്ലറ്റ്, ഇതെല്ലാം എന്താണ്? 4th ജനറേഷൻ കമ്പ്യൂട്ടറിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ആർ യു അണ്ടർസ്റ്റുഡ്? നമുക്ക് മനസ്സിലായോ? മിസ് ഒന്നുകൂടെ പറയണോ? വേണ്ടല്ലോ. ഇനി 5th കയറിക്കോട്ടെ. 5th ജനറേഷൻ. ഓക്കെ, ഇൻ 1989 ആൻഡ് ഫ്യൂച്ചർ, 1971 വരെയാണ് നമ്മൾ പറഞ്ഞത്. 1989 തൊട്ട് ഇനി വരാനിരിക്കുന്നത് വരെയും എന്താണ്? 5th ജനറേഷനാണ്. ഇനി വരാനിരിക്കുന്ന ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന കാലഘട്ടം അതെല്ലാം എന്താണ്? 5th ജനറേഷൻ. ഇനി വാട്ട് ഈസ് ദ മെയിൻ കമ്പോണൻ്റ്? മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ആണ് അതിൻ്റെ മെയിൻ കമ്പോണൻ്റായിട്ട് അറിയപ്പെടുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? കൃത്രിമ ബുദ്ധി. അതായത് മനുഷ്യർ സ്വയമായിട്ടുള്ളതല്ല, കൃത്രിമമായിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതായത് എന്തൊക്കെയാണ്? എക്സ്റ്റേണലി ഹൈ സ്പീഡ് ആൻഡ് എനോർമസ് സ്റ്റോറേജ് കപ്പാസിറ്റി. നമ്മളെ റെസ്പോണ്ട് ചെയ്യുന്ന, ഇപ്പം നമ്മളെ കാണുമ്പോൾ കമ്പ്യൂട്ടർ തന്നെ റോബോട്ടൊക്കെ ചെയ്യുന്നത് പോലെ ഇപ്പം നമ്മൾ ഒരാളെ അറിഞ്ഞ് നമ്മളെ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ റെസ്പോണ്ട് ചെയ്യുന്ന കമ്പ്യൂട്ടർ വരുന്ന കാലഘട്ടം. അതായത് നമ്മളുടെ ഇത് അറിയുന്ന മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ റെസ്പോണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ്, കമ്പ്യൂട്ടർ തന്നെ ഗുഡ് മോർണിംഗ് ഇങ്ങോട്ട് പറയുക. നമ്മളെ പ്രസൻസ് മനസ്സിലാക്കി കമ്പ്യൂട്ടർ ഇങ്ങോട്ട് പറയുന്നത്, റോബോട്ടുകൾ ചെയ്യുന്നത് പോലെ ഇങ്ങോട്ട് നമ്മളോട് ഗുഡ് മോർണിംഗ് പറയുകയും ഗുഡ് ബൈ പറയുകയൊക്കെ ചെയ്യുന്ന കമ്പ്യൂട്ടർ. അത്തരം കമ്പ്യൂട്ടർ, അങ്ങനത്തെ ജനറേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? 5th ജനറേഷൻ എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യലായിട്ട് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുക, കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് റോബോട്ടിനെ പോലെ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ഉണ്ടാവും. അത്തരം കാലഘട്ടത്തിനാണ് എന്ത് പറയുന്നത്? 5th ജനറേഷൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത്. അപ്പം മെയിൻ കമ്പോണൻ്റായിട്ട് അറിയപ്പെടുന്നത് എന്താണെന്ന് അറിയാമോ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇനി വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ്? എക്സ്റ്റേണലി ഹൈ സ്പീഡ് ആൻഡ് എനോർമസ് സ്റ്റോറേജ് കപ്പാസിറ്റി. ഹൈ സ്പീഡായിരിക്കും, എനോർമസ് സ്റ്റോറേജ്, നമുക്ക് പറയാൻ പോലും ഉദ്ദേശിക്കാൻ പോലും പറ്റാത്ത സ്റ്റോറേജ് കപ്പാസിറ്റി ആയിരിക്കും ആർക്ക്? 5th ജനറേഷനിലെ കമ്പ്യൂട്ടറിന്. അപ്പോൾ നമ്മളെ റെസ്പോണ്ട് ചെയ്യുന്ന കമ്പ്യൂട്ടറാണെന്ന് പറയുന്നത്. നമ്മുടെ പ്രസൻസ് മനസ്സിലാക്കി ഇങ്ങോട്ട് നമ്മളെ റെസ്പോണ്ട് ചെയ്യുന്ന കമ്പ്യൂട്ടറാണ് ഈ കാലഘട്ടത്തിലുള്ളത്. ഇനി വരാനിരിക്കുന്ന കമ്പ്യൂട്ടറിനെ കുറിച്ചാണ് ഈ പറയുന്നത്. കുറച്ചൊക്കെ വന്നു കഴിഞ്ഞു, ഇനി വരാനിരിക്കുന്ന കമ്പ്യൂട്ടറുകളാണ്. ഓക്കെ, എബിലിറ്റി ക്യാരി ഔട്ട് സോഫിസ്റ്റിക്കേറ്റഡ് ഓപ്പറേഷൻസ് സച്ച് ആസ് വെതർ ഫോർകാസ്റ്റിംഗ്. ഇപ്പോൾ തന്നെ നമ്മുടെ വെതർ ഫോർകാസ്റ്റിങ്ങിനൊക്കെ വേണ്ടി കാലാവസ്ഥകൾ കുറിച്ചൊക്കെ ഇപ്പോൾ നമുക്ക് ദിവസം പറയത്തില്ലേ, അടുത്ത ദിവസം മഴയായിരിക്കും, അല്ലെങ്കിൽ മഴ പെയ്യും, ആരും കടലിൽ പോകരുത്, ഇങ്ങനെയൊക്കെയുള്ള മുന്നറിയിപ്പുകൾ തരത്തില്ലേ. കാറ്റടിക്കും, ഇന്നടത്ത് ഇന്നത് രൂപം കൊണ്ടിട്ടുണ്ട് അല്ലേ, ഈ ഇടയ്ക്കൊക്കെ രൂപം കൊണ്ടല്ലോ ചുഴലിക്കാറ്റുകളൊക്കെ. അതുപോലെയുള്ള വെതറിനെ കുറിച്ചൊക്കെയുള്ള ഇൻഫർമേഷൻ നമുക്ക് തരാൻ വേണ്ടി, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സാറ്റലൈറ്റൊക്കെ വെച്ച് യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ജനറേഷൻ കമ്പ്യൂട്ടറാണ്. അങ്ങനെയുള്ള കമ്പ്യൂട്ടറുകളാണ് ഇത്. ഇനി മൈറ്റ് ഓവർകം ദ ലാക്ക് ഓഫ് തിങ്കിങ് പവർ. തിങ്കിങ് പവറൊക്കെ കൂടുതലുള്ള കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കും. എക്സാമ്പിൾ CRAY, ക്രേയ്, പിന്നെ CS300 സീരീസ്, ഇതൊക്കെ എക്സാമ്പിൾസ് ആയിട്ടാണ്. ഏതിനാ? 5th ജനറേഷൻ കമ്പ്യൂട്ടറിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ആർ യു അണ്ടർസ്റ്റുഡ്? നിങ്ങളെല്ലാവരും മനസ്സിലായോ? നമുക്ക് ഒന്നുകൂടെ പറയാം 5 ജനറേഷനും. അത് കഴിഞ്ഞിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് കൂടെ പറയുമ്പോൾ നമ്മുടെ ഈ ലെസൺ തീരും കേട്ടോ. ഓക്കെ, 1st ജനറേഷൻ പറയാം. 1st ജനറേഷനിൽ എന്തൊക്കെയായിരുന്നു യൂസ് ചെയ്തത്? മെയിൻ കമ്പോണൻ്റ് ആരായിരുന്നു? വാക്യൂം ട്യൂബ്സ്. പിന്നെ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് 1st ജനറേഷൻ? വെരി ലാർജ് ഇൻ സൈസ്, സ്മോൾ ഇന്റേണൽ സ്റ്റോറേജ്, സ്ലോ സ്പീഡ്, പിന്നെന്തായിരുന്നു? ഹൈ പവർ കൺസപ്ഷൻ, ലാർജ് ഇൻസ്റ്റലേഷൻ സ്പേസ്. ഓർക്കുന്നുണ്ടല്ലോ. ഇനി എക്സാമ്പിൾ ആരൊക്കെയായിരുന്നു? എഡ്സാക്ക്, എഡ്വാക്ക്, യൂണിവാക്ക്, എനിയാക്ക്, മാർക്ക് 1 എക്സെട്ര. ഓക്കെ, 2nd ജനറേഷൻ. വാട്ട് ഈസ് ദ മെയിൻ കമ്പോണന്റ്? ട്രാൻസിസ്റ്റേഴ്സ് ആർ ദ മെയിൻ കമ്പോണന്റ് ഓഫ് 2nd ജനറേഷൻ. വാട്ട് ആർ ദ എക്സാമ്പിൾ? IBM 1401 and RCA 501. What are the characteristics? Smaller and faster and cheap price. Smaller size ആയിരുന്നു, faster ആയിരുന്നു. ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്? 2nd ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ 3rd ജനറേഷനിൽ വാട്ട് ഈസ് ദ മെയിൻ കമ്പോണന്റ്? ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് is the main component of computer. Then what are the examples of 2nd generation? എന്തൊക്കെയായിരുന്നു? IBM 360 and IBM 370. അതൊക്കെയായിരുന്നു എക്സാമ്പിൾ. IBM 360 and IBM 370. What is the main component of 3rd generation? Integrated circuit. Then 4th generation. 4th generationലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞല്ലേ. വാട്ട് ഈസ് ദ മെയിൻ കമ്പോണന്റ്? മൈക്രോ പ്രൊസസ്സർ. And what are the examples?
എന്തൊക്കെയായിരുന്നു? ലാപ്ടോപ്പ്, പേഴ്സണൽ PCs, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ് മൊത്തം PC, പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് മുഴുവനും, പിന്നെ ലാപ്ടോപ്പ്, പാംടോപ്പ്, ടാബ്ലറ്റ് എക്സെട്ര. ഇപ്പം നമ്മൾ ഇരിക്കുന്ന മൊബൈൽ ഫോണും എല്ലാം അതിന് എക്സാമ്പിൾസ് ആണ്. ഏതാ? 4th ജനറേഷൻ എക്സാമ്പിളാണ്. ഇനി 5th ജനറേഷൻ, വാട്ട് ഈസ് ദ മെയിൻ കമ്പോണന്റ്? മെയിൻ കമ്പോണന്റ് ആരായിരുന്നു? ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ്. പിന്നെ എക്സാമ്പിൾസ് ക്രേയർ, പിന്നെ CS300 സീരീസ്. CS300 സീരീസ് ആണ് എക്സാമ്പിൾ. പിന്നെ അതിനുള്ള പ്രത്യേകത എന്താണെന്നായിരുന്നു പറഞ്ഞത്? വെതർ ഫോർകാസ്റ്റിങ്ങിനൊക്കെ ആരെ യൂസ് ചെയ്യുന്നുണ്ട്? 5th ജനറേഷൻ കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്യുന്നുണ്ട്. ആർ യു അണ്ടർസ്റ്റുഡ്? ഓക്കെ. ദെൻ അവർ നെക്സ്റ്റ് പോർഷൻ ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ. നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, കമ്പ്യൂട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. നോക്കിയേ, അവിടെ പറയുന്നുണ്ട്, ദ വേർഡ് കമ്പ്യൂട്ടർ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വെർബ് കമ്പ്യൂട്ട് വിച്ച് മീൻസ് ടു കാൽക്കുലേറ്റ്. കമ്പ്യൂട്ടറിന്റെ വെർബ് കാൽക്കുലേറ്റ് എന്ന് പറയുന്ന ഒരു മീനിങ് ആണ് കമ്പ്യൂട്ടറിന് വരുന്നതെന്ന് പറയുന്നു. ഹൗഎവർ കമ്പ്യൂട്ടേഴ്സ് ആർ നോട്ട് ജസ്റ്റ് എ ഫാസ്റ്റ് കാൽക്കുലേറ്റർ. കമ്പ്യൂട്ടർ പറയുന്ന ഒരു ഫാസ്റ്റ് കാൽക്കുലേറ്റർ മാത്രമല്ല, ദേ ക്യാൻ ഓൾസോ പെർഫോം നോൺ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് സച്ച് ആസ് കോപ്പിംഗ്, മൂവിംഗ്, കമ്പയറിംഗ് എക്സെട്ര. ഒരു കാൽക്കുലേറ്റിംഗ് ഡിവൈസ് ആയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമല്ല, ഒരു ഡിവൈസ് അല്ല ആര്? കമ്പ്യൂട്ടർ. അതെന്തൊക്കെ ചെയ്യാൻ പറ്റും? ദേ ക്യാൻ ഓൾസോ പെർഫോം നോൺ അരിത്തമെറ്റിക് ഓപ്പറേഷൻ. അരിത്തമെറ്റിക് ഓപ്പറേഷൻ അല്ലാത്ത കാര്യങ്ങൾ ആര് ചെയ്യും? കമ്പ്യൂട്ടർ ചെയ്യും. അതുകൊണ്ടാണ് കമ്പ്യൂട്ടർ എന്നുള്ള പേര് വന്നത്. ഓക്കെ. സച്ച് ആസ് കോപ്പി ചെയ്യാനുള്ള കഴിവുണ്ട് ആർക്ക്? കമ്പ്യൂട്ടറിന്. കാൽക്കുലേറ്ററിന് കോപ്പി ചെയ്യാനുള്ള കഴിവുണ്ടോ? ഇല്ല. പക്ഷെങ്കിൽ കമ്പ്യൂട്ടറിന് ഒരു പ്രത്യേകത, വേറൊരു കഴിവുകളുണ്ട്. എന്താണ്? കോപ്പി. പിന്നെ മൂവിങ്. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും, കോപ്പി ചെയ്യാൻ പറ്റും, അതിനെ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. ആൻഡ് കമ്പയറിങ്, രണ്ടെണ്ണത്തിനെ കമ്പയർ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് കമ്പ്യൂട്ടർ എന്നുള്ള പേര് അതിന് വരാൻ കാരണം. ദ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് മോഡേൺ കമ്പ്യൂട്ടേഴ്സ് ആർ യൂണിക്. ഈ കമ്പ്യൂട്ടറിന്റെ മെയിനായിട്ടുള്ള കുറെ ക്യാരക്ടറിസ്റ്റിക് പറയുകയാണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സ്പീഡ്. ഒന്നാമത്തെ ക്യാരക്ടർ എന്താണ്? സ്പീഡ്. കമ്പ്യൂട്ടറിന് എന്തുണ്ട്? ഹൈ സ്പീഡായിട്ട് വർക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? സ്പീഡ്. ഓർത്തിരിക്കുക, ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് സ്പീഡ്. Computers can perform complex and mathematical calculation while other operations at a very high speed. മാത്തമാറ്റിക്കൽ ഓപ്പറേഷനും അതർ ഓപ്പറേഷനും ഒക്കെ ഹൈ സ്പീഡിൽ ചെയ്യാൻ ആർക്ക് കഴിയും? കമ്പ്യൂട്ടറിന്. അപ്പോൾ ഏറ്റവും മെയിനായിട്ടുള്ളത് ഫസ്റ്റായിട്ട് നമ്മൾ പഠിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? സ്പീഡ്. സെക്കൻഡ്, ആക്യുറസി. വാട്ട് ഡു യു മീൻ ബൈ ആക്യുറസി? എന്താണ് ആക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കമ്പ്യൂട്ടേഴ്സ് ഈസ് വെരി ആക്യുറേറ്റ്. The user can give correct data. The computer do not make any mistake. നമ്മൾ യൂസ് ചെയ്യുന്ന ആള് കറക്റ്റായിട്ട് ഡേറ്റ കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഡു നോട്ട് മേക്ക് എനി മിസ്റ്റേക്ക്. കമ്പ്യൂട്ടർ ഒരു മിസ്റ്റേക്കും വരുത്താതെ കറക്റ്റായിട്ട് നമുക്ക് ആൻസർ തരും. അതിനാണ് എന്ത് പറയുന്നത്? ആക്യുറസി. അതായത് ഡോണ്ട് മേക്ക് എനി മിസ്റ്റേക്ക്. കമ്പ്യൂട്ടർ എന്ത് ചെയ്യത്തില്ല? ഒരു മിസ്റ്റേക്കും വരുത്തത്തില്ല. യൂസർ കറക്റ്റായിട്ട് എല്ലാ ഡേറ്റയും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഉപയോഗിക്കുന്ന ആൾ കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആര് മിസ്റ്റേക്ക് ഒന്നും വരുത്തത്തില്ല, കമ്പ്യൂട്ടർ ഒരു മിസ്റ്റേക്കും വരുത്തില്ല. അതിനാണ് എന്ത് പറയുന്നത്? ആക്യുറസി. അപ്പോൾ ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് പറഞ്ഞു? സ്പീഡ്. സെക്കൻഡ് എന്താണ്? ആക്യുറസി. കമ്പ്യൂട്ടർ ഡു നോട്ട് മേക്ക് എനി മിസ്റ്റേക്ക്. ഒരു മിസ്റ്റേക്കും വരുത്തത്തില്ല, ആക്യുറേറ്റ് ആയിരിക്കും അതിൻ്റെ റിസൾട്ട് എല്ലാം. അടുത്ത നോക്കിയേ, ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി. തേർഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ഇപ്പം നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി. ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്താണ്? കമ്പ്യൂട്ടറിന് ഏറ്റവും കൂടുതലായിട്ട് കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി. കമ്പ്യൂട്ടേഴ്സ് ഹാവ് വെരി ലാർജ് മെമ്മറി. കമ്പ്യൂട്ടറിന് എന്തുണ്ട്? വളരെ വലിയൊരു മെമ്മറി ഉണ്ട്. അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനുള്ള ഒരു മെമ്മറി ആർക്കുണ്ട്? കമ്പ്യൂട്ടറിനുണ്ട്. ദേ ക്യാൻ സ്റ്റോർ ഹ്യൂജ് എമൗണ്ട് ആൻഡ് ഡേറ്റ സ്മോൾ സ്പേസ്. എത്ര വലിയ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ, എത്ര വലിയ എമൗണ്ട് ഓഫ് ഡേറ്റ ആയാലും, അല്ലെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ സ്റ്റോർ ഇൻ എ സ്മോൾ സ്പേസ്. വളരെ ചെറിയ സ്ഥലം മതി, കുറച്ച് സ്പേസ് മതി. എന്തിനാ? ഇതെല്ലാം ഏറ്റവും കൂടിയ ഡേറ്റ സ്റ്റോർ ചെയ്യാനും വളരെ കുറച്ച് സ്പേസ് ആർക്ക് മതി? കമ്പ്യൂട്ടറിന് മതി. ദ ഡേറ്റ സ്റ്റോർഡ് ക്യാൻ ബി റിട്രീവ്ഡ് ഇൻസ്റ്റന്റ്ലി കറക്റ്റ്ലി വെൻ എവർ ഡിസൈഡ്. ഈ സ്റ്റോർ ചെയ്ത ഡേറ്റ നമുക്ക് എപ്പോൾ ആവശ്യം വരുന്നു, വെൻ എവർ ഡിസൈഡ്, നമ്മൾ എപ്പോൾ ആവശ്യപ്പെടുന്നു ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? അത് നമുക്ക് തരുകയും ചെയ്യും. കറക്റ്റ്ലി ഡിസൈഡ് വെൻ എവർ നീഡ്. നമുക്ക് എപ്പോൾ ആവശ്യം വരുന്നു അപ്പോൾ നമുക്ക് ഈ സ്റ്റോർ ചെയ്ത ഡേറ്റയെ ആര് തരും? കമ്പ്യൂട്ടർ തരും. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി. ദെൻ ഫോർത്ത് ക്യാരക്ടറിസ്റ്റിക്സ്, ഇന്ന് നാലാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് അറിയാമോ?
diligence or unring. What do you mean by diligence? Being a machine, a computer does not suffer from bored. കമ്പ്യൂട്ടർ കുറച്ച് നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യത്തില്ല, എനിക്കിപ്പോൾ ബോറടിക്കുന്നു, എനിക്ക് കുറച്ച് സമയത്തേക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് മാറിപ്പോയിരിക്കത്തില്ല. അല്ലെങ്കിൽ എനിക്ക് എത്ര മണിക്കൂർ, ഞാൻ രാവിലെ 8 മണി തൊട്ടിപ്പം രാത്രി 12 മണിയായി, ഞാൻ ഇനി വർക്ക് ചെയ്യത്തില്ല, എനിക്ക് ബോറടിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ആർക്കില്ല? കമ്പ്യൂട്ടറിന് ഇല്ല. എത്ര മണിക്കൂർ വേണമെങ്കിലും ഒരു പരാതിയും ഇല്ലാതെ ആര് വർക്ക് ചെയ്യും? കമ്പ്യൂട്ടർ വർക്ക് ചെയ്യും. ആ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന പേരാണെന്ത്? ഡിലിജൻസ്. എന്താണ് ഡിലിജൻസ്? ബീങ് എ മെഷീൻ, കമ്പ്യൂട്ടർ ഒരു മെഷീനാണ്. എ മെഷീൻ ഡസ് നോട്ട് സഫർ ഫ്രം ബോർഡം. എന്താണ്? ഒരു ബോറിങ്ങും ഇല്ല, ഒരു ബോറിങ്ങും ഇല്ലാതെ ആര് വർക്ക് ചെയ്യും? കമ്പ്യൂട്ടർ വർക്ക് ചെയ്യും. ആൻഡ് ടയർഡ്നെസ്, ഒരു ക്ഷീണവും ഇല്ല, എത്ര നേരം വർക്ക് ചെയ്താലും വെള്ളവും കുടിക്കേണ്ട, ആഹാരവും കഴിക്കേണ്ട, ഒരു ടയർഡ്നെസ്സും ഇല്ലാതെ ആര് വർക്ക് ചെയ്യും? കമ്പ്യൂട്ടർ വർക്ക് ചെയ്യും. ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, നമുക്ക് ഒരു കോൺസെൻട്രേഷൻ ഒന്നും നഷ്ടമാകാതെ, എന്താണ്, ഒരു ടയർഡ്നെസ്സും കാണിക്കാതെ, ഒരു ബോറിങ്ങും ഇല്ലാതെ ആര് വർക്ക് ചെയ്യും? കമ്പ്യൂട്ടർ വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് എന്ത് പേര് വന്നത്? ഡിലിജൻസ്. ഓക്കെ. ഇനി ഫിഫ്ത്ത് ഇതെന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ്. വേഴ്സറ്റിലിറ്റി. എന്താണ് വേഴ്സറ്റിലിറ്റി? വാട്ട് ഡു യു മീൻ ബൈ വേഴ്സറ്റിലിറ്റി? എന്താണ് വേഴ്സറ്റിലിറ്റി? കമ്പ്യൂട്ടേഴ്സ് ക്യാൻ പെർഫോം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോബ് എഫിഷ്യൻ്റ്ലി. ഏത് തരം ജോലിയും ആര് ചെയ്യും? കമ്പ്യൂട്ടർ ചെയ്യും. ഒരു ജോലി മാത്രമല്ല, കാൽക്കുലേഷൻ മാത്രമല്ല ചെയ്യുന്നത്. ദേ ക്യാൻ വർക്ക് വിത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ സച്ച് ആസ് ഗ്രാഫിക്സ്, ഓഡിയോ, വീഡിയോ എക്സെട്ര. ഗ്രാഫിക്സ് വേണമെങ്കിൽ ഗ്രാഫിക്സ് ചെയ്യും, ഓഡിയോ വേണമെങ്കിൽ ഓഡിയോ ചെയ്യും, വീഡിയോ വേണമെങ്കിൽ വീഡിയോ ചെയ്യും. ഏത് തരത്തിലുള്ള വർക്കുകൾ ചെയ്യാൻ ആർക്ക് പറ്റും? കമ്പ്യൂട്ടറിന്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? വേഴ്സറ്റിലിറ്റി. ഡിഫറെൻറ്റ് വർക്ക് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ സച്ച് ആസ് ഗ്രാഫിക്സ്, വീഡിയോ, ഓഡിയോ എക്സെട്ര. അങ്ങനെ പലതരത്തിലുള്ള വർക്കുകൾ ചെയ്യാൻ ആർക്ക് കഴിയും? കമ്പ്യൂട്ടറിന് സാധിക്കും. അതുകൊണ്ടാണ് എന്ത് പേര് വന്നത്? വേഴ്സറ്റിലിറ്റി. അതുപോലെ ഡിഫറെൻറ്റ് ഫീൽഡിൽ യൂസ് ചെയ്യും. ഇപ്പോൾ ഒരിടത്ത് മാത്രമേ കമ്പ്യൂട്ടർ യൂസ് ചെയ്യൂ, സ്കൂളിൽ മാത്രമാണോ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ ഏത് ഫീൽഡിൽ ചെന്നാലും, അല്ലേ, എവിടെ ചെന്നാലും ആരെ കാണാൻ പറ്റും? ആരാ വർക്ക് ചെയ്യുന്നത്? അവിടുത്തെ എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യാൻ വേണ്ടി ആരെ യൂസ് ചെയ്യുന്നുണ്ട്? കമ്പ്യൂട്ടറിന്. ബാങ്കിൽ ചെന്നാൽ അവിടെയുണ്ട്, പോസ്റ്റ് ഓഫീസിൽ ചെന്നാൽ അവിടെയുണ്ട്, ടെലിഫോൺ എക്സ്ചേഞ്ചിൽ ചെന്നാൽ അവിടെയുണ്ട്, മാർജിൻ ഫ്രീ ചെന്നാൽ അവിടെയുണ്ട്, സ്കൂളിൽ ചെന്നാൽ അവിടെയുണ്ട്. ഏത് ഫീൽഡിൽ ചെന്നാലും ആരാ വർക്ക് ചെയ്യുന്നത്? കമ്പ്യൂട്ടർ വെച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് വേഴ്സറ്റിലിറ്റി എല്ലാ ഫീൽഡിലും ആരെ യൂസ് ചെയ്യുന്നുണ്ട്? കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാട്ട് ആർ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ? ഇപ്പോൾ എത്രണ്ണം മിസ് പറഞ്ഞു? ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞത്? സ്പീഡ്. സെക്കൻഡ് എന്താണ്? ആക്യുറസി. സ്പീഡ് മീൻസ് കമ്പ്യൂട്ടർ വർക്ക് ഹൈ സ്പീഡ്, കമ്പ്യൂട്ടർ ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. സെക്കൻഡ് ആക്യുറസി, കമ്പ്യൂട്ടർ ഡസ് നോട്ട് മേക്ക് എനി മിസ്റ്റേക്ക്, ഒരു മിസ്റ്റേക്ക് കമ്പ്യൂട്ടർ വരുത്തത്തില്ല, അതിനാണ് എന്ത് പറയുന്നത്? ആക്യുറസി. തേർഡ് എന്താണ്? ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി, എത്ര വലിയ കാര്യങ്ങളും സ്റ്റോർ ചെയ്യാൻ കമ്പ്യൂട്ടറിന് ഹൈ ആയിട്ടുള്ളൊരു മെമ്മറി ഉണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് നോക്കാനും നമുക്ക് തരികയും ചെയ്യും. പിന്നെ ഫോർത്ത് വൺ എന്താണ്? ഡിലിജൻസ്. എന്താണ് ഡിലിജൻസ്? വാട്ട് ഡു യു മീൻ ബൈ ഡിലിജൻസ്? കമ്പ്യൂട്ടർ ഡസ് നോട്ട് സഫർ ബോർ ആൻഡ് ടയർഡ്നെസ്. കമ്പ്യൂട്ടറിന് ഒരു ബോറിങ്ങും ഇല്ല, ഒരു ടയർഡ്നെസ്സും ഇല്ല. ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, ഒരു കോൺസെൻട്രേഷൻ ഒന്നും പോകത്തില്ല. എത്ര മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും അതിനൊരു ബോറടിയില്ല, ഒരു വിശപ്പില്ല, ദാഹമില്ല. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഡിലിജൻസ്. പിന്നെന്താണ് ലാസ്റ്റ് വണ്ണായിട്ട് നമ്മൾ പഠിച്ചത്? വേഴ്സറ്റിലിറ്റി. എല്ലാ ഫീൽഡിലും ഏത് വർക്കുകൾ വേണമെങ്കിലും ചെയ്യാൻ ആരെ യൂസ് ചെയ്യുന്നുണ്ട്? കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്യുന്നുണ്ട്. ആർ യു അണ്ടർസ്റ്റുഡ്? മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ലിമിറ്റേഷൻസും കൂടെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ പോർഷൻ തീരും. വാട്ട് ആർ ദ ലിമിറ്റേഷൻസ്? ഇൻ സ്പൈറ്റ് ഓഫ് മെനി അഡ്വാൻറ്റേജസ് കമ്പ്യൂട്ടേഴ്സ് ഹാവ് സം ലിമിറ്റേഷൻസ്. നമ്മൾ ഒരുപാട് അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞു, എല്ലാ അഡ്വാൻറ്റേജും ഒക്കെ നമ്മൾ പഠിച്ചത്. പക്ഷെ ചില ലിമിറ്റേഷൻസുകളുണ്ട്, ചില കുറവുകളുണ്ട് കമ്പ്യൂട്ടറിന്. ആ കുറവുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നോക്കിയേ, കമ്പ്യൂട്ടേഴ്സ് lack decision making abilities. Computers need to instructed at each and every step. If you unanticipated situations arises, they will either produce incorrect result or not complete the task. Besides being machines, computer lack emotions. Computers that involve artificial intelligence, also called expert system. An expert system is a computer system has decision making ability like humans. ഹ്യൂമൻ ബീങ്സിനെ പോലെ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള കഴിവ് ആർക്കില്ല? കമ്പ്യൂട്ടറിനില്ല. അതാണ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, കമ്പ്യൂട്ടറിൻ്റെ ലിമിറ്റേഷൻസ്. ഓക്കെ, ആർ യു അണ്ടർസ്റ്റുഡ്? അവർ ചാപ്റ്റർ ഈസ് ഓവർ, ഫസ്റ്റ് ലെസൺ ഈസ് ഓവർ. നമ്മൾ ഫസ്റ്റ് ലെസൺ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ലെറ്റ് റിവൈസ്
വാട്ട് വി ക്യാൻ സ്റ്റഡീസ് ടുഡേ. നമുക്കൊന്നുകൂടെ നോക്കാം ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചതെന്ന്. ഓക്കെ, നമ്മൾ സെക്കൻഡ് ജനറേഷൻ തൊട്ടാണ് പഠിച്ചല്ലേ. മിസ് ഒന്നുകൂടെ ഓർപ്പിക്കണോ? സെക്കൻഡ് ജനറേഷൻ്റെ മെയിൻ കമ്പോണൻ്റെ പേര് മാത്രം ഒന്ന് പറയുകയാണ്. എക്സാമ്പിളും ഫസ്റ്റ് ജനറേഷൻ പറയുന്നു ഏതാണ് മെയിൻ കമ്പോണൻ്റ്? വാക്യൂം ട്യൂബ്. എക്സാമ്പിൾസ് ENIAC, EDVAC, EDSAC, UNIVAC, എക്സെട്ര. ദെൻ സെക്കൻഡ് ജനറേഷനിലെ മെയിൻ കമ്പോണൻ്റ് ആരായിരുന്നു? ട്രാൻസിസ്റ്റേഴ്സ്. ഇനി എക്സാമ്പിൾസ് എന്തൊക്കെയായിരുന്നു? IBM 1401 ആൻഡ് RCA 501. Then third generation, what is the main component? Integrated circuits. What are the examples? IBM 360 and IBM 370 series. Okay. Fourth generation, what is the main component of fourth generation? Microprocessor. What are the examples? PCs, modern PCs, laptop, palm top, tablet, etc. Okay. Fifth generation, what is the main component of fifth generation? Artificial intelligence. And examples എന്തൊക്കെയായിരുന്നു? Cray, CS 300, etc. Then next we have studied characteristics of computer. The main characteristics are speed, accuracy, high storage capacity, diligence, versatility, etc. Okay. I will give you the question answer in the group. Question answer ഒക്കെ മിസ് ഗ്രൂപ്പിൽ ഇടാം. You want to write it neatly in your IT notebook. എന്ത് ചെയ്യണം? IT നോട്ട്ബുക്കിൽ നീറ്റായിട്ട് എഴുതുക. ആൻഡ് ബൈ ഹേർട്ട് ദ ക്വസ്റ്റ്യൻ ആൻസർ. എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ കാണാതെ പഠിക്കണം. ഇഫ് യു ഹാവ് എനി ഡൗട്ട് കോൾ മീ മൈ പേഴ്സണൽ നമ്പർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ എന്ത് ചെയ്യുക? പേഴ്സണലായിട്ട് വിളിക്കുക. ഓക്കെ, താങ്ക് യു.